ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും എന്താണെന്ന്. ഒരു പാവം മനുഷ്യനെ കൊന്നു കളഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. 3-4 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഒരു ബസ്സിൽ വെച്ച് നടന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടാൽ അറിയാം, ആ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ എന്താണെന്ന് പോലും അറിയാതെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. പക്ഷെ ആളുകളുടെ ഇടയിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായപ്പോൾ ആള് സ്വയം ആത്മഹത്യ ചെയ്തു. ആ കുടുംബത്തിന് അയാൾ ഇല്ലാതായിട്ടോ. സ്ഥലം എറണാകുളമാണ്, പുള്ളി കോഴിക്കോടുള്ളതാണ്. നമുക്കൊരു മെൻസ്വെയർ ഉള്ളതാണ്. അപ്പോൾ പുള്ളി നമുക്കിവിടെ ഷർട്ട് സപ്ലൈ ചെയ്യുന്നതിൻ്റെ എക്സിക്യൂട്ടീവാണ്. ഒരു അയ്യവാവൻ മനുഷ്യനാണ്. പുള്ളി ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം തൂങ്ങി. സിസ്റ്ററിന്റെ ഹസ്ബൻഡൊക്കെ ഇപ്പൊ അവരെ വീട്ടിലാണുള്ളത്. അവര് ഇപ്പം എന്തായാലും സൂയിസൈഡ് ചെയ്തിട്ടാണ് ഫാനിൽ ഹാങ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒന്നും വീട്ടിൽ നിന്ന് ബോഡി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെ പോലീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കോഴിക്കോടാണ് വീട്, മീൻചന്ത ആ ഒരു ഏരിയയിലാണ്. ആക്ച്വലി ഞങ്ങൾക്കൊക്കെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഒരു മോന് മാത്രമേ ഉള്ളൂ ഒരു വീട്ടില്. അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കെയർ ചെയ്യണേ. നമ്മള് പേഴ്സണലി അറിയുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മൂപ്പരടുത്തുനിന്ന് വരൂല. അത് മൂപ്പരിക്ക് എന്തോ താങ്ങാൻ പറ്റില്ല. രാത്രിയിൽ പോലും അളിയനെ ഈ വിഷയത്തെ കുറിച്ച് മൂപ്പരോട് നല്ലോണം സംസാരിക്കും. അവരുടെ വാക്കുകൾ കേട്ടാൽ അറിയാം അതൊരു പാവം മനുഷ്യനായിരുന്നു എന്നിട്ടോ. ചില ആളുകൾ പറഞ്ഞേക്കാം, പിന്നെ എന്തിനാണ് ആത്മഹത്യ ചെയ്ത്, നിയമത്തിന്റെ വഴിക്ക് പോയാൽ പോരെ. സത്യമാണ്, മരണം ഒന്നിനൊരു പരിഹാരമല്ല. പക്ഷെ എന്നിരുന്നാലും ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്യാത്ത നല്ലൊരു മനുഷ്യനായിരിക്കാം. ജനങ്ങളുടെ ഇടയിൽ ഇതുപോലൊരു സ്ഥിതി വന്നപ്പോൾ, ഒരു ന്യൂസ് വന്നപ്പോൾ മനസ്സിന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, ചിലപ്പോൾ മക്കളുടെ മുമ്പിൽ എങ്ങനെ നോക്കിയെന്ന ചിന്താഗതിയിലായിരിക്കാം ആത്മഹത്യ ചെയ്തത്. ആ കുടുംബത്തിന് ആ പാവം മനുഷ്യനെ ഇല്ലാതായില്ലേ. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ്. ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോ വൈറലാകാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് ആ ബസ്സിൽ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ തന്നു? പ്രതികരിച്ചാൽ പോരായിരുന്നോ? വൈറലാവാനുള്ള ഉദ്ദേശം കൊണ്ടാണല്ലോ എടുത്തത്. ഇല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ആ ബസ്സിൽ കണ്ടാൽ അറിയാം അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ അവിടെ നിന്നുകൊണ്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അവിടെ നിന്ന് പ്രതികരിക്കണമായിരുന്നു. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ബസ്സിൽ ആളുകളില്ലേ, അവർ മുമ്പ് കാര്യം പറഞ്ഞുകൂടായിരുന്നോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? സൈക്കോളജി പറയണതേ, അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ, ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത്
നമ്മുടെ സൊസൈറ്റിക്കാണ്. ഒരാളുടെ ജീവൻ ഇല്ലാതാക്കിയതും പോരാ, ഇപ്പൊ നാട്ടുകാരുടെ മുഴുവൻ നെഞ്ചത്തേക്കാണല്ലേ പറയുന്നത്. കേട്ടില്ലേ നിങ്ങള്? ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത്? ഇത് കാണുന്ന പ്രേക്ഷകരോട് നിങ്ങൾ പറ, ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്?